കുഞ്ഞ് ജനിച്ചാൽ മുസ്ലിം കുടുംബത്തിൽ പിറന്നവർ അങ്ങനെ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ ചെയ്താലുള്ള ഗുണമെന്താ? ആരംഭ റസൂലുള്ള പറഞ്ഞു, ലം തദുർറഹു ഉമ്മുസ്സുബിയാൻ ഖാല റസൂലുള്ളാഹി. ആ കുഞ്ഞിന് പിന്നെ ഉമ്മുസുബിയാൻ എന്ന മാരക രോഗം അല്ലെങ്കിൽ ഉമ്മുസുബിയാൻ എന്ന പിശാച് ബാധ ആ കുട്ടിക്ക് ഏൽക്കൂല. വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുത്താൽ എന്ന് റസൂല് പഠിപ്പിക്കുന്നു. അപ്പൊ പിന്നെ മുജാഹിദ് പറഞ്ഞതോ അത് രണ്ടും ചെയ്യരുത്. കാരണം അത് രണ്ടും ചെയ്തില്ലെങ്കിലേ പിശാച് ബാധിക്കുള്ളൂ. അപ്പൊ അത് ചെയ്യരുത്. ഇതല്ലേ ഇപ്പൊ അതിന്റെ അർത്ഥം. പഴയ 1400 കൊല്ലക്കാലം ഇത് ചെയ്യാം. ഇപ്പൊ വെച്ച് കുറച്ച് ആൾക്കാർ ഗവേഷണം കണ്ടുപിടിക്കുകയാണ് അത് സുന്നത്തില്ല. ഇത് മതമാണോ? നമ്മള് ചിന്തിക്ക്. നമുക്കും അള്ളാഹു ചെറിയൊരു ബുദ്ധി നൽകിയിട്ടില്ലേ? 1400 കൊല്ലക്കാലം മുസ്ലിങ്ങൾ എല്ലാവരും അത് ചെയ്തു, സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാർ അല്ലല്ല അത് സുന്നത്തില്ലാതെ അനാചാരാണ്, ചെയ്തു പോയാൽ നരകത്ത് പോകും. വകുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ. ഇതേതാ മതം? ഇതാ ഞങ്ങൾ ഈ ചോദിക്കുന്നത്. എന്താ നിങ്ങൾക്കൊന്നും തലമ കയറാത്തത്? ഇതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇതൊക്കെ ലളിതമായ കാര്യല്ലേ? ഇനി നിങ്ങൾ കേട്ടോളൂ. മുജാഹിദ് മൗലവി പറയുന്നു, ഞങ്ങൾ ഇതാണ് ഈ പറയുന്നത്, ഇവരുടെ ഗവേഷണം. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് നിങ്ങളുടെ വലിയ പണ്ഡിതൻ പറയുന്നു, നമ്മുടെ നാട്ടിലെ ബാലേട്ടനും രാമേട്ടനും കാഫിറല്ല, അവർ മുസ്ലിമാകുന്നു. ഏതാണ് മതം? ഞങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾ പറയും. ഇതൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ ഇതിൽ നിങ്ങളെ പോലത്തെ ഒരു സത്യാന്വേഷി ഇതിൽ അടിയുറച്ച് നിൽക്കുന്നുവല്ലോ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നുന്നത്. എന്താണ് ഈ പറയുന്നത്? നാട്ടിലുള്ള ബാലനും രാമനും നമുക്കറിയാം, ഓരൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്. ഓര് മാപ്പിളല്ലാന്ന് ഓർക്കും അറിയാം, നമ്മക്കും അറിയാം. ബാലുശ്ശേരി ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് ദുർവ്യാഖ്യാനിച്ച് പറയുന്നത് എന്താ? അയാൾ പറയുന്നു ബാലനും രാമനൊന്നും കാഫിറല്ല, അവർ യഥാർത്ഥ മുസ്ലിമാകുന്നു എന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കുന്ന ആളുകളോട് ഇത് പറയാൻ പറ്റും? നിങ്ങൾ ചിന്തിക്കുക. എന്ത് ഇസ്ലാമാണ്? എന്ത് മതാണിത്? ഇത് ഏത് ഖുർആനാണുള്ളത്? അറിയായിട്ട് ചോദിക്കാം. നിങ്ങൾ പറയാം അത് ക്ലിപ്പ് തിരിമറി നടത്തിയതാണ്. ഒരു തിരുമിയും പടച്ചോര തോഫിക്കൊണ്ട് ഞാനിത് പല വേദിയിലും പറഞ്ഞു. മുജാഹിദ് കൂട്ടം കൂടി ജാമ്യ നദിയിലെ മൗലവിമാര് കൂട്ടം കൂടി വന്നതാ. ഞാൻ പഴമള്ളൂരിൽ മുഖാമുഖം നടത്തുമ്പോ നിങ്ങൾ ആ ക്ലിപ്പ് ശരിയല്ല വെക്കുന്നതിനെതിരെ പറഞ്ഞു. ബക്കാരാണ് തുടങ്ങിയപ്പോ കണ്ട് പിന്നെ മയ്യത്തിന്റെ തലം വന്ന് പേൻ പോണ മാതിരിയാ പിന്നെ ഓരോരുത്തർ പോയത്. ആ പറഞ്ഞ വമ്പുണ്ടാവില്ല. ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് തിരിമറി നടത്തുന്ന കാര്യം എല്ലാം തന്നെ പറയാൻ നേരമില്ല. പിന്നല്ല തിരിമറി. ഇത് പച്ചയായി പറഞ്ഞ സീഡിയിലുള്ളതല്ലേ? എന്താണ് ഈ പറയുന്നത്? ഇതാ ഞാൻ എന്റെ വികാരം കൊണ്ട് പറഞ്ഞു പോവാണ്. അതായത് ഇതൊക്കെ മതമായി അംഗീകരിക്കാനും സ്വീകരിക്കാനും നിങ്ങൾ അത്ര തരം താഴരുത് എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ വിവേകമുള്ളവരായി മാറണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് പാണ്ഡിത്യമുള്ളവർ പറഞ്ഞത് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. ഇത്ര തരം താന്ന് പോയി ഈ വിവരമില്ലാത്ത മൗലവിമാരുടെ മുഖത്തിന് കീഴിൽ നിന്ന് നിങ്ങളൊക്കെ രക്ഷപ്പെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, വിവരമുള്ള ഇമാമുകൾ പറഞ്ഞത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നു. വിവരമില്ലാത്ത മൗലവിമാര് പറയുന്നത് മതമല്ല, അത് ഞങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് പറഞ്ഞതിന്റെ ആകത്തുക. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. അതാ പറഞ്ഞത്. അത് ഒന്ന് മാത്രമല്ല ഏത് അത് നിങ്ങൾ ഒക്കെ എനിക്കറിയാം. അങ്ങനെ കുറെ ആൾക്കാർ വന്നതാണ്. ഞാൻ പറയാം. മുമ്പും ബിമ്പും ഒക്കെ ഞങ്ങളിതാ 1000 കുതിരശക്തിയോടെ, ഒന്നല്ല 1000 കുതിരശക്തിയോടെ അലവി സക്കാഫി എന്ന ഞാൻ, അബ്ദുൾ റഷീദ് സക്കാഫി എന്ന ഈ ഇരിക്കുന്ന ആള്, സിക്കന്ദർ സക്കാഫി എന്ന ഇവര്, ഞങ്ങൾ നാളെ നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പിന്നാലെ പാട്ടും പാടിയാണ് പോരാ. നിങ്ങൾ ഈ പറഞ്ഞ കേസിന് ഇയാൾ ഈ പ്രസംഗിച്ച സിഡിയുടെ അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ ഈ പറഞ്ഞതിനെതിരിലുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ മുജാഹിദ് പ്രവർത്തകരാ, സുന്നികളല്ല. കഴിയും നിങ്ങൾക്ക് തെളിയിക്കാൻ? അതൊക്കെ വെച്ചാൽ ഇതേ 10 സ്റ്റേജിൽ നിന്ന് ഞാൻ വെല്ലുവിളിച്ചതാണ്. മുജാഹിദ് മൗലവിമാർ ഇതുപോലെ വന്നതാണ്, സീഡി വെച്ചതാണ്. ആ സീഡി വെച്ചിട്ട് അവര് ഇളിഭ്യരായി പോയതാ. ആ അനുഭവം ശക്തിയിലാണ് ഞാൻ ഈ പറയുന്നത്. വെറുതെ എന്തെങ്കിലും പറയല്ല. അതൊക്കെ അനുയായികളെ പിടിച്ചു നിർത്താൻ പറ്റും. അതിന്റെ അപ്പുറപ്പം കട്ടതാണ്. ഞങ്ങളെ മുമ്പിൽ അത് വേണ്ട. അതുകൊണ്ട് ആ ജാതി പടുവിഡിത്തം പറഞ്ഞിട്ട് കുടുങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അപ്പുറപ്പുറം പഠിച്ചോളി. ഞങ്ങളത് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ക്ലിപ്പ് വെക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അടുത്തത് പറയും. അടുത്ത ചോദ്യം ചോദിക്കും. സീഡി ഉണ്ടെങ്കിലല്ലേ? ഉണ്ടാവില്ല. അതിന്റെ സീഡി അതിന്റെ സീഡി ഉണ്ടെങ്കിൽ കൊടുത്തോളി. കൂട്ടത്തിൽ ശ്രദ്ധിക്കുക. നേരത്തെ ഉസ്താദ് അവർകൾ ആ ക്ലിപ്പിന്റെ പരിപൂർണ രൂപമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മുജാഹിദ് പ്രവർത്തകൻ
അവരിറക്കിയ ഒരു മുജാഹിദ് CD ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഒരാൾ പറഞ്ഞതുപോലെ ചവിട്ടിയത് ചാണം കഴുകാൻ തന്നത് മൂത്രം എന്ന് പറയാൻ പറ്റുന്ന ഒരു CD ആണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത്. ഈ ക്ലിപ്പിന് അതിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ മറ്റൊരു ക്ലിപ്പിംഗാ കൊണ്ടുവന്നിരിക്കുന്നത്. മുജാഹിദുകളെ, ചവിട്ടിയ ചാണത്തിൻ്റെത് മൂത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ സമ്പൂർണ്ണ CD ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു ക്ലിപ്പിംഗ് ആണ് നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണമെന്ന് പൊതുജനം മനസ്സിലാക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു.